ഏകദേശം ഞാൻ കോഴ്സിന് ചേർന്ന് 1 മന്ത് കഴിഞ്ഞപ്പോൾ കമ്പനിയുടെ പേര് ആൾട്ടർ ഇൻസൈറ്റ് എന്നാണ്. ഒരു ഐ ടി സെക്ഷൻ തന്നെയാണ്. തന്നെ ഏകദേശം ഒരു 10-15 വേക്കൻസി തന്നെ അപ്പോൾ തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു അവരുടെ സൈഡിൽ തന്നെ. ഒരു ആവറേജ് ആനുവൽ സാലറി ഒന്ന് പറയാമോ? ഏകദേശം ഒരു 3 lakhs അടുപ്പിച്ച് 3 lakhs 4 lakhs നിലയിലാണ് വരുന്നത്. 3 മാസം അതിന് മുമ്പ് തന്നെ എനിക്ക് പ്ലേസ്മെൻറ്റ് ആയിട്ടുണ്ടായിരുന്നു. ഹലോ ഗൈസ്, വെൽക്കം ടു കരിയർ ടോക്സ് വിത്ത് അവോദ. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അവോദ ത്രൂ പ്ലേസ്ഡ് ആയിട്ടുള്ള അനന്തു ആണ്. നമുക്ക് അനന്തുവിനോട് ചോദിക്കാം അവോദയുടെ എക്സ്പീരിയൻസ് എന്താണ് എന്നുള്ളതൊക്കെ. അപ്പം വർക്ക് പ്ലേസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു, കമ്പനിയുടെ നെയിം, പിന്നെ കൊലീഗ്സ് ഒക്കെ എങ്ങനെയാണ്, ഒന്ന് റിവീൽ ചെയ്യാവോ? തീർച്ചയായും. ഇപ്പോൾ ഞാൻ വർക്ക് ചെയ്യുന്നത് കാര്യവട്ടത്താണ് വർക്ക് ചെയ്യുന്നത്. കമ്പനിയുടെ പേര് ആൾട്ടർ ഇൻസൈറ്റ് എന്നാണ്. ഒരു ഐ ടി സെക്ഷൻ തന്നെയാണ്. അതിൽ തന്നെയാണ് ഇപ്പോൾ അതിൽ മെയിനായിട്ടും മാക്സിമം ഉള്ളത് UI ഡിസൈനേഴ്സ് തന്നെയാണ്. ഡിസൈനിങ് സെക്ഷനാണ് ഏറ്റവും കൂടുതൽ ഉള്ളത്. എല്ലാവരും നല്ല ഫ്രണ്ട്ലിയാണ്, എല്ലാവരും നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്ക് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഇപ്പോൾ വർക്കിലാണെങ്കിൽ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അതെല്ലാം ക്ലിയർ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ അതിലെ CEO ആയാലും HR ആയാലും എല്ലാവരും ഒരുപോലെ തന്നെയാണ് എല്ലായിടത്തും നിൽക്കുന്നതും ബിഹേവ് ചെയ്യുന്നതും സപ്പോർട്ട് ചെയ്യുന്നതും എല്ലാം ചെയ്യുന്നത്. ഓക്കെ അനന്തു, അവോദയുടെ ഏത് പ്രോഡക്റ്റ് യൂസ് ചെയ്തിട്ടാണ് ഇപ്പം പ്ലേസ്ഡ് ആയിരിക്കുന്നത്? ഞാൻ ഓഫ്ലൈനാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഓഫ്ലൈൻ ആണല്ലേ? ഓക്കെ ഫസ്റ്റ് ഓഫ് ഓൾ കൺഗ്രാജുലേഷൻസ്. ഇപ്പോൾ ചുരുങ്ങിയ സമയം കൊണ്ട് ഒരു 3 മാസം കൊണ്ട് ഒരു ജോബ് നേടിയതിന് കൺഗ്രാജുലേഷൻസ്. ഞാനെന്തോ ഓഫ്ലൈൻ ആണ് ചൂസ് ചെയ്തതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലേ? ഓക്കെ, അവോദയെ ചൂസ് ചെയ്യാൻ എന്താണ് കാരണം? എങ്ങനെയാണ് അവോദയെ കുറിച്ച് അറിയുന്നത് തന്നെ? ഞാൻ ആൾറെഡി കോളേജ് കഴിഞ്ഞതിന് ശേഷം പുതിയൊരു കോഴ്സ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ആയി നിൽക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഒരുപാട് ഇൻസ്റ്റിറ്റ്യൂട്ടൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ എൻ്റെ ഫ്രണ്ട്സ് വഴിയാണ് ഞാൻ ഫസ്റ്റ് അറിഞ്ഞത്, അവോദയെക്കുറിച്ച് അറിഞ്ഞത്. അങ്ങനെ ഞാൻ ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതിൽ നോക്കിയപ്പോൾ നല്ല റിവ്യൂസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയാണ് ഞാൻ എൻ്റെ ഫ്രണ്ട് തന്നെയാണ് എനിക്കൊരു കോൺടാക്ട് തന്നത്. അവോദയിൽ അങ്ങനെ ഞാൻ കോൺടാക്ട് ചെയ്താണ് ഞാൻ ഇതിലേക്ക് ജോയിൻ ചെയ്തത്. അനന്ത്, ഇപ്പം ഫ്രണ്ട്സ് പറഞ്ഞിട്ടാണ് കോൺടാക്ട് ചെയ്യുന്നത്. ആദ്യം കോൺടാക്ട് ചെയ്തപ്പം അവോദയുടെ സ്റ്റാഫ്സിൻ്റെ റെസ്പോൺസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ആരെയാണ് കോൺടാക്ട് ചെയ്തത്? എനിക്ക് എൻ്റെ ഫ്രണ്ട് നിന്ന് അർച്ചന മാം എന്ന് പറയുന്ന ഒരാളുടെ ആയിരുന്നു. ഞാൻ വിളിച്ച് സംസാരിച്ചു, കാര്യം പറഞ്ഞു. എനിക്കിങ്ങനെ കോഴ്സ് പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ ഏത് കോഴ്സാണ് പഠിക്കാൻ താല്പര്യമുള്ളതൊക്കെ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഗ്രാഫിക് ഡിസൈനിങ് സെക്ഷനിലോട്ടാണ് താല്പര്യം എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. അപ്പോൾ അതിൽ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ളതാണ് UI UX എന്ന് എൻ്റെ അടുത്ത് ഇങ്ങോട്ടാണ് റെക്കമെൻഡ് ചെയ്തത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് കൂടുതൽ റിസർച്ച് ചെയ്തപ്പോൾ അതാണ് കുറച്ചും കൂടെ ഇമ്പ്രൂവ്മെൻ്റ് ആണെന്ന് എനിക്ക് തോന്നിയത് എൻ്റെ കരിയറിന്. സോ അങ്ങനെയാണ് ഞാൻ ചൂസ് ചെയ്തത്. അവോദയിൽ ഇപ്പോൾ ഓൺലൈനും ഓഫ്ലൈൻ ട്രെയിനിങ്സും അവൈലബിൾ ആണല്ലോ. അപ്പം ഓൺലൈൻ എന്ന് പറയുമ്പോൾ നമുക്ക് സ്റ്റഡി ഫസ്റ്റ് പേ ലേറ്റർ ആണ്. അപ്പം ഓൺലൈൻ വിട്ടിട്ട് ഓഫ്ലൈൻ ചൂസ് ചെയ്തതിൻ്റെ കാര്യം തന്നെ എന്താണ്? എന്തെങ്കിലും പ്രത്യേകിച്ച് കാര്യങ്ങളുണ്ടോ? കാരണം വെച്ചാൽ എനിക്ക് ഓൺലൈൻ പഠിക്കുന്നതിനെക്കാട്ടി ഓഫ്ലൈൻ ആകുമ്പോഴേക്കും നമുക്ക് ട്യൂട്ടറിൻ്റെ അടുത്ത് അല്ലെങ്കിൽ ഡയറക്റ്റ് ട്രെയിനിൻ്റെ അടുത്ത് പോയിട്ട് നമുക്ക് ഡയറക്റ്റ് ലേൺ ചെയ്യാൻ പറ്റും. അതൊരു സ്റ്റുഡൻ്റ് എന്ന രീതിയിൽ അത് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. സോ എനിക്ക് അതിന് ഓഫ്ലൈൻ ഓപ്ഷൻ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ അതിന് ഓപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഏത് സെൻറ്ററിലാണ് ഓഫ്ലൈൻ ക്ലാസ് പഠിച്ചത്? ഞാൻ ട്രിവാൻഡ്രത്തുള്ള കഴക്കൂട്ടം സെൻറ്ററിലാണ് പഠിച്ചത്. ഓക്കെ, കഴക്കൂട്ടത്താണല്ലേ? ഓക്കെ, ക്ലാസ്സസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? റെഗുലർ ക്ലാസ് ആണോ, എങ്ങനെയാണ്? ഫുൾ ടൈം ആണോ ക്ലാസ് വരുന്നത്? കാരണം അവർ 2 ഓപ്ഷൻ നമുക്ക് വെച്ചിട്ടുണ്ടായിരുന്നു. കാരണം മൺഡേ ടു ഫ്രൈഡേയും സാറ്റർഡേ സൺഡേ അങ്ങനെ 2 ഓപ്ഷൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ രീതി അനുസരിച്ച് നമുക്ക് ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് ആൾറെഡി ഞാൻ ഒരു നോർമലായിട്ട് ഒരു ഷോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. ഞാൻ പറഞ്ഞു സാറ്റർഡേ സൺഡേ ആയിട്ട് ഞാൻ ചൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് എനിക്ക് ആ ഒരു ഓപ്ഷൻ കിട്ടിയത്. ഓക്കെ, നിങ്ങളുടെ ട്യൂട്ടറിനെ കുറിച്ച് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? ട്യൂട്ടറിൻ്റെ അടുത്ത് പഠിച്ചതിനെ കുറിച്ച് ഒരു നല്ലൊരു എക്സ്പീരിയൻസ് പറയാമോ? ട്യൂട്ടർ നമ്മളോട് നല്ല ഫ്രണ്ട്ലി ആയിരുന്നു. നമ്മുടെ എന്ത് പ്രോബ്ലംസ് ഉണ്ടെങ്കിലും നമുക്ക് എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും ഓൺ ദി സ്പോട്ട് തന്നെ ക്ലിയർ ചെയ്ത് തരുമായിരുന്നു. പിന്നെ നമ്മളെ കൂടെ നിന്ന് തന്നെ നമ്മളെ വർക്ക് ചെയ്യിപ്പിക്കുമായിരുന്നു. അങ്ങനെ നമ്മളെ പ്രോജക്ട്സ് എല്ലാത്തിനും നമ്മൾ നല്ലൊരു ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അനന്തുവിന് അവോദയുടെ ഓഫ്ലൈൻ സെൻറ്ററിൽ ഏറ്റവും കൂടുതൽ അട്രാക്ട് ചെയ്ത ഒരു കാര്യം എന്തായിരുന്നു? എന്നെ മെയിനായിട്ട് അട്രാക്ട് ചെയ്തതെന്ന് വെച്ചാൽ അവിടെ ഉണ്ടായിരുന്ന എല്ലാവരുടെയായിട്ടുള്ള ഇൻട്രാക്ഷനാണ് എനിക്ക് കൂടുതൽ അട്രാക്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നമുക്ക് ഡയറക്റ്റ്ലി ക്ലിയർ ചെയ്ത് തരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഡയറക്റ്റ്ലി ത്രൂ നമുക്ക് ഒരു സ്റ്റുഡൻസ് എന്ന നിലയിൽ എനിക്ക് കിട്ടുമ്പോഴത്തേക്കും അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക്. ഓക്കെ, അവോദയുടെ പ്ലേസ്മെൻറ്റ് എങ്ങനെ ഉണ്ടായിരുന്നു? നമുക്കിപ്പം 3 മന്ത്സ് കഴിഞ്ഞിട്ട് 100% ജോബ് ഗ്യാരണ്ടി ആണ് പറയുന്നത്. അപ്പം അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? കാരണം ഞാൻ ഓപ്ഷൻ ചൂസ് ചെയ്തപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ 3 മാസം പഠിച്ചിറങ്ങി കഴിയുമ്പോൾ ജോബ് ഷുവർ ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഓക്കെ, ഞാൻ കംഫർട്ടബിൾ ആയിരുന്നു, ആ കാര്യത്തിൽ ഓക്കെ ആയിരുന്നു. പിന്നെ ബാക്കിയെല്ലാം നമ്മുടെ പഠിച്ചിറങ്ങുന്ന ടാലൻ്റ് അനുസരിച്ച് നമ്മുടെ വർക്ക് അനുസരിച്ചാണ് ബാക്കിയെല്ലാം പോകുന്നത്. മാക്സിമം നമ്മുടെ അവോദയിലുള്ള ടീംസ് തന്നെ നമ്മൾ മാക്സിമം പോപ്പ് ചെയ്ത് വിടുന്നുണ്ട്. നമ്മൾ മാക്സിമം പുഷ് ചെയ്യുന്നുണ്ട്. എല്ലാ കാര്യത്തിനായാലും വർക്ക് ചെയ്യാനായാലും നമ്മുടെ പ്രോജക്റ്റിനായാലും എല്ലാം നമ്മൾ സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്നുണ്ട്. സോ എന്തായാലും ആ ജോബ് അഷ്യൂർ ചെയ്യുന്നത് എന്തായാലും അത് എൻ്റെ രീതിയിൽ, എൻ്റെ ഒപ്പീനിയൻ രീതിയിൽ അത് ഒരു നല്ല ഒപ്പീനിയനാണ്. അവോദയുടെ റീഫണ്ട് ഓപ്ഷനെ കുറിച്ച് പറഞ്ഞാണല്ലോ എന്തായാലും. അപ്പം അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്?
കാരണം ഞാൻ ആദ്യം ഇവിടെ കയറിയപ്പോൾ തന്നെ ഇതിനെക്കുറിച്ച് എല്ലാ ഡീറ്റെയിൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ പറഞ്ഞ ഒരു മെയിൻ റീസൺ ഒരു പോയിന്റ് ആയിരുന്നു അബോധയിൽ റീഫണ്ട് ഓപ്ഷൻ ഉള്ളത്. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ച് എന്താണെന്ന് ഞാൻ തിരക്കിയായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് തന്നെ അവബോധക്കാർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇതിൽ നമ്മൾ അവബോധ പറയുന്ന രീതിയിൽ പ്രൊസീജിയേഴ്സ് നമ്മൾ കീപ്പ് ചെയ്ത് പോയിട്ടും നമുക്ക് ജോലി കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ അവരുടെ സൈഡിൽ നിന്ന് തന്നെ നമുക്ക് നമ്മൾ കൊടുത്ത ഫണ്ട് റീഫണ്ടാക്കി തിരിച്ചു തരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമുക്കിപ്പം അവോധയിൽ 100% ജോബ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു പ്ലേസ്മെൻ്റ് ഒക്കെ? പ്ലേസ്മെൻറ്റ് കോർഡിനേറ്റ് ചെയ്തതൊക്കെ ആരാണ്? അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് ഷെയർ ചെയ്യാവോ? പ്ലേസ്മെൻറ്റ് നമ്മളിപ്പോൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 1 month കഴിഞ്ഞപ്പോൾ തന്നെ പ്ലേസ്മെൻറ്റ് കാര്യങ്ങളെല്ലാം സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ വർക്കിനെ ബേസ് ചെയ്ത് നമ്മുടെ പ്രോജക്റ്റിനെ ബേസ് ചെയ്താണ് തുടങ്ങിക്കഴിഞ്ഞത്. ട്യൂട്ടർ വഴിയാണ് നമുക്ക് മാക്സിമം ഡീറ്റെയിൽസ് തന്നുകൊണ്ടിരുന്നത്. അപ്പോൾ നമുക്ക് ഓരോ AOC വേക്കൻസി വരുമ്പോഴും നമുക്ക് കറൻ്റ് അപ്ഡേറ്റ് തന്നുകൊണ്ടിരിക്കും. അവബോധ സെൻറ്ററിൽ തന്നെയാണ് നമുക്ക് കോൾ വരുന്നുണ്ടതും പിന്നെ അതിൻ്റെ ഡീറ്റെയിൽസും അപ്ലൈ ചെയ്യാനുള്ള രീതികളെല്ലാം അപ്പോൾ തന്നെ പറഞ്ഞു തരുന്നു. ഏകദേശം ഞാൻ കോഴ്സിന് ചേർന്ന് 1 month കഴിഞ്ഞപ്പോൾ തന്നെ ഏകദേശം ഒരു 10-15 വേക്കൻസി തന്നെ അപ്പോൾ തന്നെ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അവബോധ സൈഡിൽ തന്നെ തന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ അതിനൊക്കെ അപ്ലൈ ചെയ്ത് ഫോംസ് ഫില്ല് ചെയ്തും ഓൺലൈൻ വഴിയെല്ലാം നമ്മൾ ചെയ്ത് കൊടുക്കുന്നുണ്ടായിരുന്നു. ഓക്കെ, സാലറി പാക്കേജ് ഡിസ്പോസ് ചെയ്യുന്നുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല, അതിലൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. കാരണം വെച്ചാൽ അവബോധ ആൾറെഡി പറഞ്ഞ ഒരു സാലറി പാക്കേജ് തന്നെയാണ് ഇപ്പോഴും കറൻറ്റ്ലി കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ ആൾറെഡി ഇപ്പോൾ 2 മാസമായിട്ടുണ്ട്. ഇപ്പോൾ സാലറി പാക്കേജൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഓക്കെ, എത്രയാണ് വരുന്നത്? ഒരു ആവറേജ് ആനുവൽ സാലറി ഒന്ന് പറയാവോ? ഏകദേശം ഒരു 3 lakhs അടുപ്പിച്ച് 3 lakhs 4 lakhs വരെയാണ് വരുന്നത്. അനന്തുൻ്റെ ബാച്ചിലുള്ള മറ്റ് ഫ്രണ്ട്സ് ഒക്കെ ഇപ്പോൾ അവരുടെ സ്റ്റേറ്റസ് ഒക്കെ എന്താണ് ഒന്ന് പറയാവോ? ഇപ്പോൾ എനിക്ക് തന്നെ ഇപ്പോൾ 3 മാസത്തിനകത്ത് തന്നെ എനിക്ക് ജോലി കിട്ടി കയറിയായിരുന്നു. അപ്പോൾ അതിന് മുമ്പ് തന്നെ ഇപ്പോൾ എല്ലാവർക്കും ഒരേ കണക്ക് ഇൻ്റർവ്യൂ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും ഓരോരുത്തരായിട്ട് ഓരോ ഇൻ്റർവ്യൂലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവിടെ നമ്മുടെ ടാലൻറ്റ് അനുസരിച്ചാണ് ഓരോ ഇൻ്റർവ്യൂവിൽ കയറുന്നത്. ഇപ്പോൾ കറൻ്റ്ലി ഇപ്പോൾ ഇൻ്റർവ്യൂ നടന്നുകൊണ്ടിരിക്കുകയാണ്. 2-3 പേർക്ക് ഇപ്പോൾ തന്നെ എറണാകുളത്തായിട്ട് ഇൻ്റർവ്യൂവിന് പോയിട്ടുണ്ടായിരുന്നു. ഇൻ്റർവ്യൂ കണ്ടിന്യൂസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഇപ്പോൾ ഒരു 6 മാസത്തിനുള്ളിൽ, അതായത് ട്രെയിനിങ് സെക്ഷൻ ഉൾപ്പെടെ വരുന്ന സെക്ഷനുള്ളിൽ തന്നെ മിക്കവാറും എല്ലാവരും പ്ലേസ്മെൻ്റ് ആവാൻ ചാൻസ് ഉണ്ട്. പിന്നെ പ്രോജക്റ്റിൻ്റെ ബേസിലും അങ്ങനെ ഓരോ പ്രൊസീജിയർ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം ക്ലിയർ ആണെങ്കിൽ ഷുവറായിട്ട് പ്ലേസ്മെൻ്റ് ആവും. ഇതിനു മുന്നേ നമുക്ക് ഡിസൈനിങ്ങിലൊക്കെ അനന്തുവിന് എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നോ? അല്ല അവബോധയിൽ വന്നിട്ടാണോ UI UX ഒക്കെ പഠിച്ചത്? ഇല്ല, കാരണം വെച്ചാൽ ഞാൻ ഈ ഡ്രോയിങ് അങ്ങനെ രീതിയിലൊക്കെ പെയിൻറ്റിങ് രീതിയിലൊക്കെ നല്ല വർക്ക് ചെയ്യുന്നിട്ടുണ്ടായിരുന്നു. പിന്നെ അത് ഇൻട്രസ്റ്റ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പിന്നെ ഒരു ഗ്രാഫിക് ഡിസൈനിങ് അല്ലെങ്കിൽ ഒരു പുതിയ കോഴ്സ് പഠിക്കാമെന്ന ഇൻട്രസ്റ്റ് നിന്നത്. അങ്ങനെ ഞാൻ വേറെ സജസ്റ്റ് ചെയ്യപ്പോൾ ഞാൻ നോക്കിയപ്പോഴേക്കും ബാക്കി ഇൻസ്റ്റിറ്റ്യൂട്ടിലൊക്കെ നല്ലൊരു എമൗണ്ട് പേ ചെയ്യണമായിരുന്നു. കാരണം പഠിച്ചിറങ്ങുന്നതിന് തന്നെ നല്ലൊരു എമൗണ്ട് വേണമായിരുന്നു. അപ്പോഴാണ് ഞാൻ അവബോധയുടെ ഒരു ലേബിൾ കണ്ടത്. അതുവഴി ഞാൻ നോക്കിയപ്പോൾ എനിക്ക് പഠിക്കാൻ രീതിയിലുള്ള എല്ലാ രീതിയിലും അവബോധ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടായിരുന്നു. സോ എനിക്കത് കംഫർട്ടബിൾ ആയതുകൊണ്ട് ഞാൻ അവബോധ മെയിൻലി ചൂസ് ചെയ്തത്. അപ്പോൾ അവർ തന്നെയാണ് എനിക്ക് UIXനെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തന്നതും. അതിപ്പോൾ ഫ്യൂച്ചറിലായാലും ഇപ്പോൾ കറൻ്റ്ലി അതെങ്ങനെയാണ് വർക്കിംഗ് ആവുന്നത് എല്ലാം അവർ തന്നെയാണ് എനിക്ക് പറഞ്ഞു തന്നിട്ടുള്ളത്. അതൊക്കെ കേട്ടപ്പോൾ ഞാൻ അതിലെല്ലാം സാറ്റിസ്ഫൈഡ് ആയിരുന്നു. സോ എനിക്കത് ആപ്റ്റായിട്ട് തോന്നിയാണ് ഞാൻ UIXിലോട്ട് ചേർന്നത്. ഓക്കെ, അവബോധയുടെ ഇൻ്റർവ്യൂസിനെ കുറിച്ച് എന്താ പറയാനുള്ളത്? നിങ്ങൾക്ക് എങ്ങനെയാണ് ഇൻ്റർവ്യൂസിൻ്റെ ട്രെയിനിങ് ഒക്കെ തരുന്നതൊക്കെ? കാരണം ഇൻ്റർവ്യൂസ് ട്രെയിനിങ് എല്ലാം തരുന്നുണ്ടായിരുന്നു. എനിക്ക് എൻ്റെ അടുത്ത് ആൾറെഡി എപ്പോഴും ട്യൂട്ടേഴ്സും എല്ലാവരും പറയുന്നുണ്ടായിരുന്നു. കാരണം വെച്ചാൽ 3 മാസം, അതായത് 3 മാസത്തെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇതിനെക്കുറിച്ച്, അതായത് ഇൻ്റർവ്യൂ ചെയ്യുന്നതിനെക്കുറിച്ചും അതിനെ ക്രാക്ക് ചെയ്യുന്ന രീതിയിലുള്ള ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് 3 മാസം ആവുന്നതിന് മുമ്പ് തന്നെ എനിക്ക് പ്ലേസ്മെൻറ്റ് ആയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ചാൽ നമ്മൾ ചെയ്യുന്ന വർക്കിനനുസരിച്ചായിരിക്കും പ്ലേസ്മെൻറ്റ് പെട്ടെന്ന് കിട്ടുന്നത്. സോ എൻ്റെ വർക്കിൽ സാറ്റിസ്ഫൈഡ് ആയതുകൊണ്ട് എനിക്ക് പെട്ടെന്ന് തന്നെ ജോലി കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ 3 മാസത്തിനുള്ളിൽ തന്നെ ഒരു ജോബിൽ കയറി അല്ലേ? ഓക്കെ, അനന്തു ഇപ്പോൾ ഹാപ്പിയാണോ? അതെ, ഞാൻ വളരെ ഹാപ്പിയാണ്. ഓക്കെ, അനന്തു, നമ്മുടെ ഇപ്പം കരിയർ ടോക്സ് കാണുന്ന വ്യൂവേഴ്സിനോട് അവബോധനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്? ഇപ്പോഴത്തെ എൻ്റെ എക്സ്പീരിയൻസ് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ അവബോധയിലൂടെ ഇപ്പോൾ ഞാൻ ആഗ്രഹിച്ച രീതിയിലുള്ള ജോബ് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതിലൂടെ എനിക്കിപ്പോൾ ജോലിയിലായാലും എല്ലാ രീതിയിലും ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. അതുപോലെ നിങ്ങൾക്ക് നിങ്ങളുടേതായുള്ള ജോലിയിൽ ചേരാനും അത് വർക്ക് ചെയ്യാനും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് പഠിക്കാനും എല്ലാം അവബോധം നിങ്ങൾക്ക് വേണ്ടി വലിയ പ്ലാറ്റ്ഫോം തുറന്നു വയ്ക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം. അതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ കരിയർ അച്ചീവ് ചെയ്യാൻ പറ്റും. എനിവേസ്, ഓൾ ദി വെരി ബെസ്റ്റ് അനന്തു ഫോർ യുവർ ബ്രൈറ്റ് ഫ്യൂച്ചർ.